രാഹുൽ, ഇത്തവണത്തെ ഇടതുപക്ഷത്തിന്റെ കാര്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. തോറ്റു എന്ന് മാത്രമല്ല, നാണം കെട്ട തോൽവിയിലേക്ക് പോവുകയും ചെയ്തു. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഭക്തിമാർഗമാണ്. അത് കുറച്ച് നേതാക്കളെങ്കിലും ആ വഴി സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സമുന്നത നേതാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. സാധാരണ നേതാക്കളൊക്കെ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയാൽ അതൊരു വാർത്തയല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ വഴിയും കൈവിട്ടു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭക്തിമാർഗമെങ്കിൽ അത് സ്വീകരിച്ച് ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഭരണത്തിലേക്ക് വരിക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി സ്ഥാനമെങ്കിലും വേണമെന്നായിരിക്കും അല്ലേ അദ്ദേഹം ആവശ്യപ്പെട്ടത്? എനിക്ക് തോന്നുന്നു ഈ ഭക്തി കമ്മ്യൂണിസ്റ്റുകാർക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്തി നിഷിദ്ധമാണ്, പക്ഷേ ഞാൻ അവിടെ പോയത് പുസ്തകത്തിലൂടെ മനസ്സിലാക്കിയ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ അവിടെ ഉണ്ടായതുകൊണ്ട് അവിടുത്തെ സമൂഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. താത്വികമായ അവലോകനം നടത്താനായിരിക്കും ചിലപ്പോൾ പോയത്. ഇപ്പോൾ പുസ്തകത്തിൽ എഴുതിയത് ശരിയാണോ, അങ്ങനെ ഒരു അമ്പലം അവിടെ ഉണ്ടോ, അതിനു ചുറ്റും ഇത്ര മരങ്ങളുണ്ടോ, അവിടെ ഇങ്ങനെ പ്രതിഷ്ഠയുണ്ടോ, ഇത്ര ആൾക്കാർ വരുന്നുണ്ടോ, അവിടെയൊക്കെ കാര്യങ്ങൾ കൃത്യമായാണോ നടക്കുന്നത് എന്നൊക്കെ അറിയാനായിരിക്കും. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, കൊടുങ്ങല്ലൂർ മൂലസ്ഥാനമായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് ഭദ്രകാളി ദാരികനെ വധിച്ചതിന് ശേഷം അവിടെ പോയിരിക്കുന്ന ഉഗ്രരൂപിണിയായിട്ടുള്ളൊരു ദേവതയാണ്. അപ്പോൾ ഭയങ്കര ശക്തിയുള്ളൊരു ദേവതയായിട്ടാണ് പലപ്പോഴും പറയുന്നത്. ചെന്ന് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളും ശത്രുക്കളെ നിഗ്രഹിക്കാൻ പറ്റിയ സ്ഥലമായിട്ടാണ് ഈ കൊടുങ്ങല്ലൂരിനെയൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ എന്ന് തന്നെയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ പി ജയരാജൻ കൊടുങ്ങല്ലൂർ പോയി ഇത്ര വലിയ വിഷയമായി നടക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ നോക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ദർശനം നടത്തി, അത് വലിയൊരു വിഷയമായില്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒന്ന് ആലോചിച്ചു, അവർക്ക് ഭക്തി ആയിക്കൂടെ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അവര് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് എന്നൊന്നുമില്ലല്ലോ. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന വേളയിൽ വെച്ചിട്ട് പറഞ്ഞാണ് ഏറ്റവും വലിയ ഭക്തനാണ് പിണറായി വിജയൻ. അദ്ദേഹം അത് തിരുത്താൻ പോയിട്ടുണ്ടോ? ഇല്ല, മൗനം സമ്മതം. അദ്ദേഹം അപ്പൊ അത്രയും വലിയ ഭക്തനാണ്. ഇപ്പോ ശബരിമലയില് പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, പിണറായി വിജയന്റെ മകന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭരണം മാത്രമായിരിക്കില്ലല്ലോ പ്രശ്നം. തലയിൽ കുറെ നൂലാമാലകൾ കിടപ്പുണ്ടല്ലോ, കുറെ കേസിന്റെ നൂലാമാലകളുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് തെരഞ്ഞെടുപ്പായിരുന്നു. അതെ, തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പോയി കാണുന്നത്. ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വന്ന് പിണറായി 3.0 എന്നൊക്കെ പറയുമായിരുന്നെങ്കിലും അവർക്ക് കൃത്യമായി അറിയുമായിരുന്നു ഈ പറഞ്ഞ തോൽവി സംഭവിക്കുമെന്നും വരും വർഷങ്ങളിൽ UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കേസുകളൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കും എന്നൊക്കെ അറിയായിരിക്കും. ഇതിന്റെയൊക്കെ അവര് കുടുംബത്തോടെ പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിൽ ദർശനത്തിൽ പോകുന്നത് വലിയ വാർത്തയായിരുന്നു. അതെ രാഹുൽ, ഇപ്പൊ ഈ ദൈവമില്ല എന്ന് പറയുന്നവരും വലിയ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന എന്നെ പോലത്തെ ആൾക്കാർ, ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലും ഈ പറയുന്ന ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഒന്ന് പള്ളിയിൽ പോയേക്കണേന്നൊന്ന് പറയാറുണ്ട്. അതുപോലെ പിണറായിക്ക് വേണ്ടി കുടുംബസമേതം പോയതും ആകാം. അതെ, ഇപ്പോ പി ജയരാജൻ പോയി. ഇപ്പോ പി ജയരാജനെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഗോവിന്ദ മാഷിനെ പോലെ കഴിവില്ലാത്തവരെ മാറ്റി നിർത്തിയിട്ട് കഴിവുള്ള പി ജയരാജനെ പോലുള്ള ആളുകളെ കൊണ്ടുവരണമെന്നാണ്. നമുക്കറിയാം പി ജയരാജനെ വെട്ടി നിർത്തിയതാണ് എന്നുള്ള വലിയ അഭിപ്രായം പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ പി ജയരാജനാണെങ്കിലും EP ജയരാജനാണെങ്കിലും കണ്ണൂരിൽ നിന്നും കുറേ ജയരാജന്മാരുണ്ടായിരുന്നു. അതെ, അവരെല്ലാവരും അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അത് പിണറായി വിജയന്റെ വരവോടുകൂടിയാണ്. 10 വർഷം കേരളം പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് തനിക്ക് ഇഷ്ടമല്ലാത്ത തന്നെക്കാൾ ഉയരത്തിലേക്ക് പോകാൻ കഴിയുന്ന ആളുകളെ എല്ലാം വെട്ടി നിർത്തിയത് നമ്മൾ കണ്ടതാണ്. ശൈലജ ടീച്ചറുടെ കാര്യം വരെ. ഇപ്പോൾ ശൈലജ ടീച്ചർ പേരാവൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം കൊടുത്ത നറേറ്റീവ് എന്ന് പറയുന്നത് KPCC അധ്യക്ഷനെ അദ്ദേഹത്തിന്റെ മടയിൽ പോയി വെട്ടി വീഴ്ത്താൻ കഴിവുള്ള ആരുണ്ട് ഇവിടെ? ശൈലജ ടീച്ചർ മാത്രം എന്നുള്ള നറേറ്റീവാണ് ആദ്യം കൊണ്ടുവന്നതെങ്കിൽ പൊളിഞ്ഞു. പാർട്ടിയിൽ ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ മാറ്റരുത്, ഞാൻ ഇവിടെ നിന്ന് മത്സരിച്ചോളാം എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ പ്രതിപക്ഷ നേതാവായിട്ട് ഏറ്റവും കൂടുതൽ ഉയരാൻ പോകുന്ന പേര് KK ശൈലജ. അതും പോട്ടെ, 35 എന്നുള്ളത് 36 ആകാമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അല്ല,
35 തന്നെ നിന്നേനെ. മട്ടന്നൂര് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്ത് തന്നെയാണെങ്കിൽ 35 തന്നെ നിൽക്കും. സനോജിന് പകരം ശൈലജ ടീച്ചർ നിയമസഭയിൽ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശൈലജ ടീച്ചർ പേരാണ്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കണ്ണൂർ ലോബിയും കൊല്ലം ലോബിയും. കണ്ണൂരിൽ നിന്നും മാത്രമേ പാർട്ടി സെക്രട്ടറി വരാവൂ എന്ന് ഒരു വിഭാഗം ആളുകൾ, പക്ഷേ കൊല്ലത്ത് നിന്നും പാർട്ടി സെക്രട്ടറി അല്ല പ്രതിപക്ഷ നേതാവ് കണ്ണൂരെത്തും. ഒന്നെങ്കിൽ നമുക്ക് അറിയുന്നത് പോലെ പിണറായി വിജയൻ വരണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. മറ്റൊരു വിഭാഗം പറയുന്നത് ബാലഗോപാലിനെ ആക്കണമെന്ന്. അത് കൊല്ലം ലോബിയും കണ്ണൂർ ലോബി. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമാണ്. എനിക്ക് വേണം എന്ന് പറഞ്ഞത്. ഇതിനിടയിൽ കൂടെ CPIയും കാലു വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ മൊത്തത്തിൽ പക്ഷെ CPI ചോദിക്കുന്ന കാര്യം കുറച്ച് നല്ല ഒരു കാര്യമായ കാര്യം തന്നെയാണ്. അവർ കൂടുതലൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനം ക്യാബിനറ്റ് റാങ്കിങ് ഉള്ളതൊന്നുമല്ല. ആ സ്ഥാനം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുള്ള പണി അവർ എടുത്തിട്ടുണ്ട്. അത്രയും സീറ്റുകൾ നേടിയിട്ടുണ്ട്. അല്ല, ഇത്രയും കാലം പിണറായി വിജയൻ പറയുന്നത് കേട്ട് അടിമകളെ പോലെ നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഈ PM ശ്രീ വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു വിഷയമാണ് CPM-നെ എത്രത്തോളം ആശ്രയിക്കുന്നു അത്രത്തോളം പാർട്ടി നശിച്ചു പോകുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി. അതായത് എത്ര കാലം ഇവരെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കും? സ്വന്തമായിട്ടൊരു പാർട്ടി സംവിധാനവും സ്വന്തമായിട്ട് പാർട്ടി പ്രവർത്തകരും ഉണ്ടായിരുന്ന ആദ്യകാല പാർട്ടികളൊന്നാണ് CPI എന്ന് പറയുന്നത്. അപ്പം CPIയെ ശക്തിപ്പെടുത്തേണ്ടത് CPIയുടെ ആവശ്യമാണ്. പിണറായി വിജയനെ താങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും. അതെ, CPM-ന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് എന്ന് പറയുന്നത് CPM-ന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു കാലത്താണ്. ഈ പറഞ്ഞ തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള ലേബൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ആ മൂല്യങ്ങളെല്ലാം ഉണ്ടായിരുന്ന CPM എന്ന പാർട്ടി എന്ന് പറയുന്നത് CPIയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ആ പാർട്ടിക്ക് തന്നെ മൂല്യച്യുതി സംഭവിച്ച സാഹചര്യത്തിൽ നമുക്ക് അവരുടെ താങ്ങ് എന്തിനാണെന്ന് സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ അണികൾ ചോദിക്കുന്നു. അതും പോരാതെ ഈ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന, വിലയിരുത്തൽ നടത്തുന്ന വ്യക്തികൾ പറയുന്നുണ്ട് CPIക്ക് അവരുടേതായ മൂല്യങ്ങളുണ്ട്. CPM-ന്റെ ഒപ്പം ചേരുമ്പോഴാണ് അവരുടെ മൂല്യങ്ങളും കൂടി ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ല, എന്ത് തന്നെയാണെങ്കിലും ഇനി അറിയാൻ പോകുന്നത് കൊടുങ്ങല്ലൂരാണല്ലോ വിഷയം. വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കൊടുങ്ങല്ലൂർ പോയതുകൊണ്ട് P ജയരാജൻ ഇനി പാർട്ടി സെക്രട്ടറി ആകുമോ എന്നൊരു ചോദ്യമുണ്ട്. കൊടുങ്ങല്ലൂർ ദേവി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നും മറ്റൊരു പാർട്ടി സെക്രട്ടറി ഉദയം കൊള്ളും. അത് P ജയരാജനായിരിക്കും. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതിലൊരു സംശയമുണ്ട് രാഹുൽ. KCക്ക് അനുകൂലമായിട്ടുള്ള ഫ്ലെക്സുകൾ വെച്ചത് ഒരു CPM-കാരനല്ലേ? അപ്പോൾ ഈ P ജയരാജൻ പാർട്ടി സെക്രട്ടറി ആവണം എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ഒരിക്കലും പാർട്ടി കോട്ടയിൽ കോൺഗ്രസ്സുകാർക്ക് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. പാർട്ടി അത് നടക്കുന്ന കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ M സ്വരാജ് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇപ്പൊ രണ്ടുപേരുടെ പേരുകളാണ്. ഒന്ന് M സ്വരാജ്, ഒന്ന് നമ്മൾ അറിയാവുന്നത് പോലെ തന്നെ P ജയരാജൻ. ഇവർ രണ്ടുപേരുടെയും പേരുകളാണ്. അപ്പൊ P ജയരാജൻ, M സ്വരാജിന് ഒരു മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യതയില്ലേ? മത്സരിക്കാത്ത M സ്വരാജിനെയാണല്ലോ നമ്മൾ ഭയക്കേണ്ടത്. അതെ. അപ്പൊ സോഷ്യൽ മീഡിയ ഭയക്കുന്നത് M സ്വരാജിനെയാണ്. പക്ഷെ പാർട്ടിക്കകത്ത് ശക്തമായിട്ട് പാർട്ടി മൂല്യങ്ങൾ കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് P ജയരാജനോടാണ് ഒരു താല്പര്യം. അപ്പോ ഇനി ആരൊക്കെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് പാർട്ടി സെക്രട്ടറി ആവാനും പ്രതിപക്ഷ നേതാവ് ആകാനും എന്നൊക്കെ ഉള്ളത് അടുത്ത ദിവസം. പക്ഷെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ അടിപിടി കൂടുന്ന കോൺഗ്രസ്സുകാരെ പറ്റി വലിയ സ്റ്റോറിയും അതുപോലെ സെറ്ററിക്കൽ വീഡിയോസും ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ പാർട്ടി സെക്രട്ടറിയുടെ കാര്യവും പ്രതിപക്ഷ നേതാവ് ആരാകും എന്നുള്ള കാര്യവും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അല്ല, ഇതിനകത്ത് പറയുമ്പോഴും ഗുരുവായൂർ സന്ദർശനം നടത്തുന്ന ആളായിരിക്കും അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരാ. അത് മറക്കരുത്. കോൺഗ്രസ്സുകാര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ സന്ദർശനം നടത്തുന്ന ആളായിരിക്കും, സ്ഥിരമായി സന്ദർശനം നടത്തുന്ന ആളായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന്. ഇപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഗുരുവായൂർ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്ന ഒരാളാണ്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതാണ്. KC വേണുഗോപാലും ഇടയ്ക്ക് 1-2 തവണ പോയിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയിൽ എവിടെയുണ്ട്. അപ്പൊ 3 പേരും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. അപ്പോൾ ഗുരുവായൂർ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് അടുത്ത ദിവസം നമുക്ക് അറിയാൻ പറ്റും.